ഹലോ, എൻ്റെ പേര് ഷഹന. ഞാനിവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഡോപ്പയിലത്തെ മെൻറ്ററും കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് സമയമായി. ഇനി ഒരു അറൗണ്ട് 40 days ഒക്കെ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് സമയം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തേത്, ഒരു കറക്റ്റായിട്ട് ഒരു റിവിഷൻ ഷെഡ്യൂൾ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ റിവിഷനെ കുറിച്ചിട്ട് കുറേ പേര് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ബയോ എങ്ങനെ റിവൈസ് ചെയ്യുക, ഫിസിക്സ് എങ്ങനെ റിവൈസ് ചെയ്യുക, കെമിസ്ട്രി എങ്ങനെ റിവൈസ് ചെയ്യുക. ഞാൻ രണ്ടാമത്തെ പോയിന്റിനെ കുറിച്ച്, അതായത് എക്സാംസ് എങ്ങനെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കണത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, ഈ ലാസ്റ്റ് സമയമാകുമ്പോൾ നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിൽ പോലും കറക്റ്റായിട്ട് നമുക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാകും. കുറേ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, കുറേ പേര് വിചാരിക്കും ഈ എക്സാംസ് എഴുതണ്ട, എക്സാംസ് സ്കിപ്പ് ചെയ്തിട്ട് നോട്ട് എടുത്ത് വെച്ചിട്ട് ഫസ്റ്റൊക്കെ ഒന്ന് വായിക്കാനുള്ള ഒരു ടെൻഡൻസി, ടെക്സ്റ്റ് ഫസ്റ്റ് മുതൽ വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കുറേ പേർക്ക് ഉണ്ടാവും. കുറേ പേര് വിചാരിക്കും ആ ഒരു 3 മണിക്കൂർ എക്സാം എഴുതുന്നതിന് പകരം വേറെ എന്തെങ്കിലും എടുത്തു വെച്ച് വായിച്ചാൽ എനിക്ക് കുറേ നന്നാവും എന്ന് കുറേ പേര് ചിന്തിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല സംഭവം. അതായത് നമ്മൾ ഇത്രയും കാലം എഴുതി ശീലിച്ചിട്ടുള്ളത് സ്കൂൾ എക്സാംസാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്കൂൾ എക്സാംസിൻ്റെ പോലെയല്ല ഒരു കോമ്പറ്റീറ്റീവ് എക്സാം. നമുക്ക് കുറേ കൺസെപ്റ്റ് അറിയാം, അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് അറിയാമെന്നുള്ളതിൻ്റെ അപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. കുറേ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക ഈ എക്സാം എഴുതി ശീലിക്കുമ്പോഴാണ്. അപ്പോൾ ഈ എക്സാംസ് സ്കിപ്പ് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു രീതി നിങ്ങൾ ഉണ്ടാവുകയേ ചെയ്യരുത്. എക്സാം കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എക്സാംസ് എഴുതുമ്പോൾ നമ്മൾ പഠിക്കണ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറയാം. സംഭവം എന്ന് വെച്ചാൽ, ഒരു എക്സാം എഴുതുകയാണ്. ഒരു എക്സാം എഴുതുമ്പോൾ ഒന്ന് നമ്മൾക്ക് മനസ്സിലാവും, ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു 3 hour ഇരുന്നിട്ട് കറക്റ്റ് ഒരു നീറ്റിൻ്റെ മോഡലിൽ തന്നെ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ പേപ്പർ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും, ഓക്കെ ഇന്ന ഏരിയയിൽ ഞാൻ വീക്കാണ് എന്നുള്ളത് നമ്മൾക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ആ വീക്കായിട്ടുള്ള ഏരിയ ഏതാണോ അതെടുത്ത് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ഒരു റിവിഷൻ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എക്സാം എഴുതുന്നതിൽ കൂടി നമുക്ക് പറ്റും. ഏതൊക്കെയാണ് അല്ലാതെ നമ്മൾ എത്ര തന്നെ നമ്മളൊരു ബുക്ക് തലക്കെന്നെടുത്ത് വെച്ച് വായിച്ചാലും ഇതിൻ്റെ അത്ര എഫക്റ്റീവ്നെസ് കിട്ടൂല. എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക് വീക്ക് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക. ആ കാര്യം കറക്റ്റായിട്ട് നമ്മൾ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കാനും അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും എക്സാംസ് എഴുതുന്നതിലൂടെ നമുക്ക് പറ്റും. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആ എക്സാം എഴുതുന്ന സമയത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു എക്സാം എഴുതുമ്പോൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം. അതൊരിക്കലും നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഓക്കെ ബയോളജിക്ക് ഇത്ര സമയം എടുക്കുക, കെമിസ്ട്രി, അതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് ആ നീറ്റിൻ്റെ ദിവസം പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് മാത്രം ശീലമാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ, ഇത്രയും കാലം കുറേ പേര് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം, ഇനിയിപ്പോൾ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ കൂടി ഇനിയുള്ള എല്ലാ എക്സാംസും എഴുതുമ്പോൾ നിങ്ങൾ നീറ്റിൻ്റെ ആ ഒരു ദിവസം ഏത് രീതിയിലാണോ അപ്പിയർ ചെയ്യാൻ വിചാരിക്കുന്നത് അതേ ആ ഒരു പാറ്റേൺ തന്നെ ഇപ്പോഴത്തെ എക്സാംസിനും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ലൈക്ക് ഇപ്പോൾ കുറേ പേര്, ഇപ്പോൾ പലർക്കും പലതായിരിക്കും കംഫർട്ടബിൾ. ചിലർക്ക് ഫസ്റ്റ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നുള്ള ഒരു ഓർഡർ പോകുന്നതായിരിക്കും കംഫർട്ടബിൾ. മറ്റു ചിലർക്ക് പല രീതിയിലാകും. അപ്പോൾ ഇത്രയും എക്സാംസ്, ഇപ്പോൾ കുറേ എക്സാംസ് എഴുതിയതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഓക്കെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാർ ഒരു 5-6 എക്സാമിൽ കൂടെയൊക്കെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പിന്നെയുള്ള എല്ലാ എക്സാമിലും അത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, എന്നിട്ട് ഫോളോ ചെയ്തിട്ട് ആ നീറ്റിന് അന്ന് ആ ഒരു രീതിയിൽ നീറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക നമ്മൾ. അപ്പോൾ ഏത് സബ്ജക്റ്റ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യണം, ആ ഒരു ഇത് നമ്മൾ ഇപ്പോൾ തന്നെ എക്സാം എഴുതിയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആ കാര്യം, ഏത് സബ്ജക്റ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും പൊതുവെ കുറേ പേര് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, നമ്മൾ റൗണ്ട് വൈസ് ആയിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, നമ്മൾ ബയോളജിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബയോളജി നമ്മൾ എക്സാം എഴുതി തുടങ്ങി കുറച്ച് ക്വസ്റ്റ്യൻ എത്തുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോയി എന്ന് വിചാരിക്കും. അപ്പോൾ സ്റ്റക്കായി പോയാൽ അതിൽ തന്നെ നമ്മൾ കുറേ ടൈം കളയുകയാണ്. നമുക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലേ അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവുള്ളൂ എന്നുള്ളൊരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 hour എക്സാം ഉള്ളൂ. ചിലപ്പോൾ ഈ 3 hour കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പേപ്പറിലുള്ള ഏറ്റവും ലാസ്റ്റിലുള്ള ഒരു 5-10 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കും. ആ 5-10 ക്വസ്റ്റ്യൻ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രക്കും റിഗ്രറ്റ് ആകും. മനസ്സിലായോ? ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കുടുങ്ങി കിടന്ന സമയം കൊണ്ട്
നമ്മളിവിടെ എളുപ്പമുള്ള കുറെ 5-10 ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാവരുത്. എപ്പോഴും നിങ്ങൾ റൗണ്ട് വൈസ് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഫസ്റ്റ് ഏറ്റവും എളുപ്പമുള്ള സാധനങ്ങൾ, ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒന്ന് കുറച്ച് സ്റ്റെക്കായി പോകേണ്ട, കുറച്ച് അധികം ചിന്തിക്കണം, സ്റ്റെപ്പ് വൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നുന്ന സാധനങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് വെക്കുക. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ തേർഡ് റൗണ്ടിലേക്ക് വെക്കുക. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ തേർഡ് റൗണ്ടിൽ എത്തിയില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല, നമുക്കത് പിന്നെ റിഗ്രറ്റ് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് ഓൾറെഡി അറിയാത്ത സാധനങ്ങളാണല്ലോ. അപ്പൊ അത് ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ ഏറ്റവും അവസാനം നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ വലിയ റിഗ്രറ്റ് ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു റൗണ്ട് വൈസ് എക്സാം എഴുതുന്നത് നിങ്ങൾ ശീലിക്കണം. അതും ഈ പറഞ്ഞ പോലെ നീറ്റിന്റെ ദിവസമല്ല, ഇതിന് മുന്നുള്ള ഈ മോക്ക് ടെസ്റ്റിൽ കൂടെ തന്നെ നിങ്ങൾ ശീലിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ അടുത്തൊരു കാര്യമാണ് OMR ബബിൾ ചെയ്യണ രീതി. അതായത് പലർക്കും പലതായിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ OMRക്ക് ബബിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, ഓരോ പേപ്പർ കഴിയുമ്പോൾ OMRൽ ബബിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ ബബിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട്. ഞാനൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ബബിൾ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് ഭയങ്കര റിസ്കി സംഭവമാണ്. അതായത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ എഴുതാത്ത ക്വസ്റ്റ്യൻ അറിയാതെ ഒന്ന് മേലേക്ക് പോയ ഫുള്ള് തെറ്റിപ്പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് റിസ്കി സാധനമായിട്ട് വിചാരിക്കുന്ന സംഭവമാണ്. പക്ഷെ അത് ഞാൻ കുറേ എക്സാമിൽ കൂടെ എഴുതിയിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു അത്. അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഞാൻ അത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യല്ല. ഞാൻ പറയണതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഈ എക്സാംസിൽ കൂടെ കണ്ടുപിടിക്കണം. ആ ഒരു സംഭവം നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യണം. അല്ലാതെ ആ നീറ്റിന്റെ ദിവസം പോയിട്ട് പുതിയതായിട്ടൊരു മെത്തേഡ് കണ്ടുപിടിക്കരുത്. എല്ലാ കാര്യം നമുക്ക് ചെയ്ത് തയക്കം വരണം. ഏത് സബ്ജക്റ്റ് ഫസ്റ്റ് ചെയ്യുന്നു, റൗണ്ട് വൈസ് ആയിട്ട് ചെയ്യണത്, പിന്നെ OMR ബബിൾ, ഇതൊക്കെ ചെയ്ത് തയക്കം വരേണ്ട സാധനങ്ങളാണ്. അല്ലാതെ ആ നീറ്റിന്റെ ദിവസം പോയിട്ട് ഒരു പുതിയ മെത്തേഡ് പോയിട്ട് അപ്ലൈ ചെയ്യാൻ നിന്നാൽ നമ്മൾ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഈ എക്സാമിൽ കൂടെ. പിന്നെ അതേപോലെ തന്നെയാണ് ടൈം മാനേജ്മെന്റ്. ഈ റൗണ്ട് വൈസ്, ഓരോ സബ്ജക്റ്റ് റൗണ്ട് വൈസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റ് ഫസ്റ്റ് റൗണ്ട് പോവാൻ നിങ്ങളെ മനസ്സിലൊരു ഇത് വേണം. ലൈക്ക് ഇത്ര സമയമാകുമ്പോൾ ഞാനത് തീർക്കും എന്നുള്ളതും നിങ്ങളെ മനസ്സിൽ വേണം. പിന്നെ ഇനിയിപ്പോൾ അറൗണ്ട് 40 days ഉള്ളത്. ഈ ഒരു സമയത്ത് 2 to 5 എക്സാം, പൊതുവെ നമ്മൾ നീറ്റ് 2 to 5 നടക്കുക. ഈ 2 to 5 തന്നെ ഒരു എക്സാം എന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴും ഇതേപോലെ റൗണ്ട് വൈസ്. അപ്പൊ 2 മണിക്ക് തുടങ്ങിയ 2:30 ആകുമ്പോഴത്തേന് ഇതിന്റെ ഫസ്റ്റ് സബ്ജക്റ്റിന്റെ ഫസ്റ്റ് റൗണ്ട് കഴിയണം. അങ്ങനത്തെ ഒരു രീതിയിൽ അത് നമ്മളൊരു റൂട്ടീൻ ആക്കി എടുക്കുക. 2 to 5 നമ്മൾ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആവണ ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുക അങ്ങോട്ട്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾക്ക് മിസ്റ്റേക്സ് ഭയങ്കരമായിട്ട് കുറക്കാൻ പറ്റും, ഡിസ്ട്രാക്ഷൻസ് കുറക്കാൻ പറ്റും, നമ്മൾ ബ്രെയിൻ ആ സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പിന്നെ ടെൻഷൻ കുറക്കാൻ പറ്റും. അതായത് പൊതുവെ ഇപ്പം നീറ്റിന്റെ ദിവസം ആലോചിക്കുമ്പോൾ കുറേ പേര് ഇപ്പം തന്നെ പറയലുണ്ട് നീറ്റിന്റെ ദിവസം ആലോചിക്കാൻ വയ്യ, ഭയങ്കര ടെൻഷൻ ആവുന്നത്. അതായത് നമ്മൾക്ക് ഇങ്ങനെ കുറേ എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് അന്നത്തെ നീറ്റിന്റെ ഒരു എക്സാം പുതിയൊരു സാധനമായിട്ട് തോന്നൂല. നമ്മൾ എന്നും 2 to 5 എക്സാം എഴുതുന്നു, റൂട്ടീനിലേ പോകുന്നു, അങ്ങനത്തെ പോലത്തെ ഒരു എക്സാം ആയിട്ട് മാത്രമേ നമുക്ക് അന്ന് തോന്നുള്ളൂ. ഇപ്പോഴുള്ള എക്സാംസ്, ഓരോ എക്സാം എഴുതുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്താണെന്നറിയോ? ഇതിന്റെ ശരിക്കുള്ള നീറ്റാണ്, ഇതിന്റെ മാർക്കിന്റെ ബേസിസിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. അത്ര ഒരു സീരിയസ്നെസ്സിൽ വേണം നിങ്ങളെ ഓരോ എക്സാംസും എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവൂല. അങ്ങനത്തെ ഒരു രീതിയിലും കൂടി ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം. അതായത് ചില എക്സാം പേപ്പർ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ട് നമുക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് അതിന് വരും. അതിപ്പോൾ എൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം, ഞാൻ റിപ്പീറ്ററാണ്. അപ്പൊ ഞാൻ 2020 നീറ്റും 2021 നീറ്റും എഴുതിയിരിക്കണേ. 2020 നീറ്റ് ഇപ്പോൾ കുറെ പേർക്ക് അറിയണ പോലെ ഭയങ്കര എളുപ്പമുള്ള എക്സാം ആയിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര എളുപ്പമുള്ള ചോദ്യം. അങ്ങനെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഓവർ കോൺഫിഡൻസ് തന്നെ, ഭയങ്കര എളുപ്പമുള്ള ചോദ്യം. ഞാൻ എക്സാം ഹാളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ പറഞ്ഞത് നല്ല എളുപ്പമായിരുന്നു, എക്സാം എന്തായാലും കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. പക്ഷെ പിന്നെ ആൻസർക്ക് നോക്കിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ കെയർലെസ് മിസ്റ്റേക്സ്. അപ്പോൾ നമുക്ക് ഓക്കെ എളുപ്പമാണ് തോന്നിയാൽ പോലും ആ ഒരു ഓവർ കോൺഫിഡൻസ് സാധനം വരരുത്. നമ്മൾ ആ ഒരു മിനിമൽ സംഭവം കീപ്പ് ചെയ്യണം. എക്സാം കഴിയണ വരെ നമ്മൾ ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ 2021 എക്സാമിന് പോയിട്ട് ബയോളജി സീൻ ഉണ്ടായിരുന്നില്ല, കെമിസ്ട്രി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഫിസിക്സ് തുടങ്ങിയിട്ടൊരു ഒന്നാമത്തെ ചോദ്യം നോക്കി എനിക്ക് കിട്ടണില്ല, 2 നോക്കി കിട്ടണില്ല, അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ കിട്ടില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. ഞാനിങ്ങനെ എന്താ പറയാ, ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എന്ത് പറയും? അതായത് ഇപ്പൊ റിപ്പീറ്റ് വരുമ്പോൾ കുറച്ചും കൂടി ടെൻഷൻ ഉള്ള ഒരു സംഭവം. അതായത് ഭയങ്കര അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020 നീറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ കോവിഡിന്റെ സമയത്താണ്, പിന്നെ കുറെ +2ന്റെ ഫുൾ പോർഷൻ കഴിയാത്തതുകൊണ്ടാണ്, കൂടുതൽ എളുപ്പമാണെന്നൊക്കെ ഉള്ള, പിന്നെ മറ്റേ 200 ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് വന്ന എക്സാം ഒക്കെ ആയിരുന്നു. അപ്പൊ എളുപ്പം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയപ്പോഴാണ് അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഇരുന്നിട്ട് എങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് പറയാം
പ്രതീക്ഷിച്ച പോലെയല്ല എക്സാം ഉണ്ടായത് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് നിൽക്കും. എക്സാമിന് ഹോളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, കഴിഞ്ഞു. എക്സാം ഹോളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടുന്ന് ഞാൻ കുറച്ച് ഡീപ് ബ്രത്ത് ഒക്കെ എടുത്തിട്ട് ഇന്നെ തന്നെ സമാധാനിപ്പിച്ച് ഞാൻ പിന്നെ ബാക്കി ചെയ്ത്. ആ ഒരു നമുക്ക് കോഡ് വൈസ് ആണല്ലോ ക്വസ്റ്റ്യൻ കിട്ടുക. അപ്പോൾ എൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആ ഫസ്റ്റത്തെ 5-6 ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെയുള്ള ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 6 ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഭയങ്കര പാനിക്കായി പോയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇതിൽ എഴുതാൻ പറ്റൂലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പേപ്പർ കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്യും, ചിലപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ഇത് കുറച്ച് ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ആ പേപ്പറിന് മൊത്തം വിലയിരുത്തരുത്. ആ ഒരു കാംനെസ് കീപ്പ് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും വൃത്തിക്ക് വായിക്കുക, എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എക്സാംസ് സ്കിപ്പ് ചെയ്യരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള മോക്ക് ടെസ്റ്റിൽ കൂടി നിങ്ങൾ എഴുതി ശീലിക്കണം. ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുക, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, എവിടെയാണ് നമ്മൾ വീക്ക് നോക്കിയിട്ട് പഠിക്കുക. ഇങ്ങനെ വേണം നമ്മൾ ആ ഒരു നീറ്റിൻ്റെ തലേ ദിവസം വരെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.